ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മേഘനാഥനെയാണ്. മേഘനാഥനോട് അമ്മ പറയുകയാണ്, നീ എത്രയും പെട്ടെന്ന് ആ ഈശ്വരി അമ്മയുടെ അടുത്തെത്തണം. പൂച്ചയുടെ ജന്മമാ അവരുടേത്. അതുകൊണ്ട് ഇനിയും അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ തന്നെ നേരിട്ടിറങ്ങണം. ഇത് കേൾക്കുന്ന മേഘനാഥൻ പറയുകയാണ്, അത് പിന്നെ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ബാസി. ആദ്യം അവിടെയുള്ളത് അവര് തന്നെയാണോ എന്നൊന്ന് ഉറപ്പുവരുത്തട്ടെ. എന്നിട്ട് ഞാനും പിന്നാലെ തന്നെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബാസി ക്ഷേത്രത്തിൽ ഈശ്വരി അമ്മയെ തിരഞ്ഞു നടക്കുന്നതാണ്. അതേസമയം അഞ്ജലിയും ആരതിയും ആര്യയും കൂടി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ആര്യയും ആരതിയും കൂടി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൃഷ്ണനും വരികയാണ്. അങ്ങനെ കൃഷ്ണനും അഞ്ജലിയും കൂടി ഒരുമിച്ചാണ് ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് പടികൾ കയറുന്നത്. തന്റെ രാധയെ തനിക്ക് എത്രയും പെട്ടെന്ന് കാട്ടിത്തരണേ എന്ന് കൃഷ്ണൻ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ കൃഷ്ണനെ തന്റെ മുന്നിലേക്ക് പെട്ടെന്ന് എത്തിക്കണേ എന്ന് രാധയും പ്രാർത്ഥിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആര്യയും ആരതിയുമാണ്. തന്റെ ചേച്ചിയുടെ ബിസിനസ് കുഴപ്പങ്ങളൊന്നും കൂടാതെ മുന്നേറി പോകണമേ എന്ന് ആരതി പ്രാർത്ഥിക്കുമ്പോൾ തങ്ങളുടെ പഠനമൊക്കെ നന്നായി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കണേ എന്ന് ആര്യയും പ്രാർത്ഥിക്കുന്നു. അതേസമയം അച്ചൂട്ടന്റെ പ്രസാദത്തിന്റെ പായസം വിതരണം ചെയ്യാൻ വേണ്ടി ഒരാൾ വരണമെന്ന് പറഞ്ഞ് ആര്യയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് സീതമ്മ. പിന്നീട് കാണിക്കുന്നത് ആര്യ അവിടെ പായസം വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി അങ്ങോട്ടേക്ക് പായസം വാങ്ങാൻ ചെല്ലുകയാണ്. അങ്ങനെ ഒരു വട്ടമൊന്നുമല്ല, 3-4 വട്ടം തന്നെ ഹരി പായസം വാങ്ങാൻ ചെല്ലുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുരളിക്കടുത്തേക്ക് തിരുമേനി വന്നിട്ട് തുളസിമാല കെട്ടാൻ പറയുന്നതാണ്. അതേസമയം അതിലെ ആരതി പോകുമ്പോൾ ആരതിയെ സഹായത്തിനായി വിളിക്കുകയാണ് മുരളി. എന്നെ കൊണ്ടൊന്നും വയ്യെന്നും താൻ തനിയെ ചെയ്താൽ മതിയെന്നും പറഞ്ഞ് ആരതി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ബാസി ഈശ്വരിയമ്മയെ കണ്ടെത്തുന്നതാണ്. ഈശ്വരിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ബാസി. ഒരു സ്ഥലത്തെ ഒരു ക്ഷേത്രക്കുളത്തില് ഒരാളെ മുങ്ങി താഴ്ത്തി. പക്ഷേ എന്തു ചെയ്യാനാ, അവരിപ്പോ മറ്റൊരു ദേശത്ത് മറ്റൊരു കുളത്തിൽ ഉയർന്നു പൊങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന ഈശ്വരിയമ്മ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്റെ ഈശ്വരിയമ്മയെ കാത്തോണേന്ന് കൂടി അയാൾ പറയുമ്പോ ഈശ്വരിയമ്മ പേടിയോടെ നിൽക്കുകയാണ്. തുടർന്ന് ബാസി പറയുകയാണ്, എന്താണെങ്കിലും നിങ്ങളെ കാണേണ്ടവരെ വരുന്നുണ്ട്. അയാൾ ഇപ്പൊ തന്നെ ഇവിടെ എത്തുകയും ചെയ്യും. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി നിങ്ങൾക്കിന്ന് മോക്ഷപ്രാപ്തി തരികയും ചെയ്യും. അത്രയും പറഞ്ഞ് ബാസി അവിടെ നിന്ന് പോയി മേഘനാഥനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. തുടർന്ന് ബാസി പോയതിനു ശേഷം കണ്ണു തുറക്കുന്ന ഈശ്വരിയമ്മ പറയുകയാണ്, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം. അത്രയ്ക്ക് സുഖമുള്ള കാര്യങ്ങളൊന്നുമല്ല അയാൾ പറഞ്ഞത്, ആപത്ത് വരാൻ പോകുന്നെന്നാ തോന്നുന്നത്. അത്രയും പറഞ്ഞ് ഈശ്വരിയമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അതേസമയം മേഘനാഥൻ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മേഘനാഥനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുന്ന ഈശ്വരിയമ്മയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.